ആ എവിടെ പോയത് നിങ്ങൾ? കടയിലേക്ക്. എടാ നികേഷേ, പോകുമ്പോ ഒന്ന് മെസ്സേജിൽ പോകണം നിനക്ക്. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോവാണ്, ഇത്ര സമയത്ത് തിരിച്ചു വരുമെന്ന് വാതിൽ എഴുതി ഒട്ടിച്ചിട്ട് അങ്ങ് പോ. എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഞാൻ സുഭാഷ് മെസ്സേജ് ആണല്ലോ. ഞാൻ പറഞ്ഞു. അത് ശരി. അപ്പൊ എനിക്ക് അയക്കണ്ടെന്ന്. എന്തിന്? ആരെങ്കിലും ഒരാൾ അറിയിച്ചാ പോരെ. അതെ, ഇനി അറിയിച്ചില്ലെങ്കിൽ തന്നെ എന്താ എന്റെ കൂടെ വന്നത്? ഇനി ആരുടെയും കൂടെ അല്ല, ഒറ്റയ്ക്ക് കടയിൽ പോയിട്ട് എന്താ. ഒരു കുഴപ്പമില്ല. സുഭാഷ് ഏട്ടാ, ദേ സുഭാഷേട്ടൻ വരെ സമ്മതിച്ചു. അപ്പൊ ആ പ്രശ്നം തീർന്നു. തീർന്നല്ലേ? ഇനി ഞങ്ങൾ പോയത് അല്ലെങ്കിൽ ഇതെന്താ മോളെ? ഇൻഡക്ഷൻ സ്റ്റവ്. ഇതെന്തിനാ? ഗ്യാസ് തീർന്നാൽ ഇനി ടെൻഷൻ വേണ്ടല്ലോ. കണ്ടിട്ടില്ലേ? ഇവനൊരു അപ്പാവി. ലോകത്ത് ബൈക്കുകളെ പറ്റി മാത്രം അറിയുന്ന ഒരു മെക്കാനിക്. എടാ ഇത് പവറിലാ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ മിക്കവാറും വീടുകളിലുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ എന്തുകൊണ്ടാ വാങ്ങാതിരുന്ന്? ഗ്യാസ് തീർന്ന് സുഭാഷേട്ടൻ വിറകടുപ്പിൽ കഷ്ടപ്പെടുമ്പോ തൊട്ടടുത്ത കടയിൽ ഇത് ഉണ്ടായിരുന്നല്ലോ. പോയി വാങ്ങി വരാറുന്നല്ലോ. ഞാനത് മനസ്സിൽ വിചാരിച്ചതാ. സത്യത്തിൽ ഇന്ന് വൈകുന്നേരം വരെ ഞാൻ അതിനെ പറ്റി ആലോചിച്ചുള്ളൂ. നാളെ രാവിലെ പോയിട്ട് ആദ്യത്തെ പരിപാടി ഇതാണെന്ന് ഞാൻ ഉറപ്പിച്ചായിരുന്നു. അപ്പോഴേക്കും നിങ്ങൾ ഇത് സാധനമായിട്ട് വന്നിരിക്കുന്നു. ഞാൻ മനസ്സിൽ കാണുമ്പോഴേക്കും നിധി മരത്തിൽ കാണുമെന്ന് പറയുന്നത് ഇതാ. നമ്മൾ തമ്മിൽ ഒരു വേവ് ലെങ്ത് ആണല്ലോ. വെറുതെ നിന്ന് വാചടിക്കല്ലേ. ഏത് സമയത്തും എടുത്ത് വീശാൻ ഭാഗത്തിന് ഒരു ഇൻസ്റ്റന്റ് തോണ ഫുൾ ടൈം പോക്കറ്റിലിട്ട് നടക്കുന്ന ആളല്ലേ. എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളെ. അല്ല മോളെ, ഇതിലേ എനിക്ക് പാചകം ചെയ്ത് ശീലമൊന്നുമില്ല. അത് എളുപ്പം സുഭാഷേട്ടാ, ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇതില് വെക്കാനായിട്ട് ചില പാത്രങ്ങളൊക്കെ വേണ്ടേ? അത് വേണം. പക്ഷെ ഞാൻ മറന്നുപോയി. ഇവിടെ വന്നപ്പോഴാ ഓർത്തത്. സാരമില്ല, നാളെ ഞാൻ വരുമ്പോ ഞാൻ വാങ്ങിട്ട് വരാം. അടി പറയുന്ന സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അയ്യോ, അങ്ങനെയുള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ മോളെ. അല്ല, കുറെ വേണ്ടത് വേണ്ടതൊക്കെ കെട്ടിക്കൂട്ടി വെച്ചിട്ടില്ലേ? അക്കൂട്ടത്തിൽ കാണൂലേ? അത് ശരിയാ. അകത്തെ ചട്ടപ്പെട്ടിക്കകത്ത് ഒരു ചാക്കിനകത്ത് കുറെ പാത്രങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട്. നാളെ നമുക്ക് നോക്കാം. ആരാ നോക്കുക? നീതുവിന്റെ ഫോൺ ആയിരിക്കും അല്ലേ? ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? കുപ്പയിടാനുള്ള സ്പോട്ട് കാണാത്തോണ്ട് വിളിക്കായിരിക്കും. എടുക്ക്, സംസാരിക്കും. സംസാരിക്കടാ. ഇതെന്താ രണ്ടുപേരുടെ രഹസ്യം? എടാ, ഇവന്മാര് വന്നപ്പോ മുതൽ ഇങ്ങനെയാടാ. അതൊന്നുമില്ല ഏട്ടാ. ആര് പറഞ്ഞില്ലാതെ? ഞാൻ പറയാം. സുധീഷേട്ടാ, നീ ഇങ്ങനെ കൂടെ വിളച്ചിട്ട് കാണിക്കില്ലേ? ഞാൻ കാര്യം പറയട്ടാ. സുഭാഷേട്ടാ, നമ്മുടെ വീട്ടിലേക്കുള്ള വഴി തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഗാന്ധിനഗറില്ലേ, അവിടെ സുഭാഷേട്ടൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? സുഭാഷേട്ടൻ. അല്ല, അങ്ങനെ ചോദിച്ചാ എനിക്കറിയുന്ന നിറയെ പേരുണ്ട്. എന്താ? അല്ല, ഈ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും? സുധീഷേട്ടാ, ഇവന്മാർക്ക് ഇത് എന്ത്? എന്നാലേ നമ്മുടെ ഹരീഷിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളവിടെ ഉണ്ട്. ആ ആളെ കാണാൻ വേണ്ടി ഇവനോട് ഒളിച്ചും പാത്ത് നിൽക്കുമ്പോ ഞാൻ മുന്നിൽ ചെന്നങ്ങ് പെട്ടു. ഇനി ആരാണെന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. സത്യം ആടാ, സത്യം. ചോദിച്ചോക്ക്. അതെ ഹരീഷേട്ടാ. ഹരീഷേ, ആരാടാ? സുഭാഷേട്ടന്റെ വേണ്ടി ഇവൻ ആലോചിച്ച പെൺകുട്ടിയില്ലേ, നീതു. അവളുടെ ഗേറ്റിന്റെ മുന്നിൽ അവളെയും കാത്തിങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. നീതിനെ കാണാൻ പോയോ? ഇവൻ അവളെ കാണാൻ പോയതാന്നേ. പക്ഷേ അവള് കാര്യമായിട്ട് ഗൗനിച്ചില്ല. പാവം. എന്താ ഉണ്ടായതെന്ന് ഞാൻ നീതിനോട് പോയിട്ട് സോറി പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പാവം, അതിന് പോയതായിരിക്കും. പറഞ്ഞിട്ട് വെച്ചാതിയേ. ഇടിഞ്ഞ വെയിറ്റ് ആണല്ലോടാ. എന്നോ കെട്ടിവെച്ച സാധനങ്ങളാ. എന്തൊക്കെയത്? എടാ, ഇതാണ് കിളിക്കൂട്ടിലെ നിധി. കാലാകാലങ്ങളെ അച്ഛനും ചേട്ടനും കൂടി കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന നിധി ശേഖരം. ഇതിനകത്തൊരു മൂർഖമാപനെ കൂടെ അറിയില്ല സുഭാഷേട്ടാ. ആവശ്യമില്ലാത്തതൊക്കെ ഏതെങ്കിലും കുപ്പിപ്പാട്ടക്കാരനെ കൊടുക്കാൻ ഞാൻ സുഭാഷേട്ടനോട് പറഞ്ഞതാ. പക്ഷെ ഈ വീട്ടിൽ മാത്രം വേണ്ടതും വേണ്ടാത്തതും എല്ലാം കെട്ടിപ്പൂട്ടി എടുത്തു വെച്ചിരിക്കും. എടാ, എന്തെങ്കിലും എല്ലാം എടുത്ത് വേണ്ടത് മാത്രം സൂക്ഷിച്ചു വെച്ച് ബാക്കി എല്ലായിടത്തും കളയുന്നത് ഞാനും വിചാരിക്കുന്നതാ. പക്ഷെ സമയം കിട്ടണ്ടേ? ഇതിന്റെ ഉള്ളിൽ ഒരു ചരിത്രം മുഴുവൻ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ സുഭാഷേട്ടാ. ഇതാരുടെ സ്കൂൾ ബാഗാ? ഇവന്റെ സുധീഷിന്റെ. ഇവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ സ്കൂളിലേക്ക് കൊണ്ടിരുന്നതാ. ഇങ്ങെടുക്കടാ, ഇത് എന്റെയാണ്. കൊള്ളല് നിധി. സ്കൂൾ ബാഗ് ഒരുപാട് കേടാക്കിട്ട് എടുത്തു വെച്ചല്ലേ? 5ാം ക്ലാസ്സിലായപ്പോ ഇവൻ പുതിയത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഇവര് പുതിയത് വാങ്ങിയിട്ട് ഇത് ഹരീഷിന് കൊടുത്തു. ഇവരെ ഭയങ്കര വികൃതിയാണ്. അവൻ ഒറ്റ വർഷം കൊണ്ട് ആ ബാഗിന്റെ പരിപ്പെടുത്തു. അതാണിത്. അയ്യോ, ഞാനൊന്നല്ല. ഈ ബാഗ് എനിക്ക് കിട്ടുമ്പോ തന്നെ അങ്ങനെയായിരുന്നു. പിന്നെ എല്ലാം തൊട്ടാ പൊട്ടണ പരിവാകുമ്പോഴാ സുധീഷേട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുക. ഞാൻ എടുക്കുന്നോടെ അത് നാശാവും. കുറ്റം എന്റെ തലയിലും ആവും. എന്നിട്ട് ഒരു വർഷം ഞാൻ ഈ കീറിയ ബാഗും കൊണ്ട് സ്കൂളിൽ പോയിട്ടോ. പിന്നെ എന്തിനാ എടുത്തു വെച്ചേ? എടാ, നിന്നെ സ്കൂളിൽ ചേർത്തുമ്പോ തരാൻ വേണ്ടിട്ടാ. ദൈവമേ, ഈ കീറിയതോ? ഇതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അല്ലല്ല, ആ സമയത്ത് കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു. നിനക്ക് എല്ലാം പുതിയതാ വാങ്ങി. ഭാഗ്യം. ഇനി ഇത് കളയാലോ? ആരും ഉപയോഗിക്കാനല്ലോ. നോക്കി വേണം, കൈ ഒന്ന് മുറിയ. ഇവിടെ ഉടക്കുണ്ട്. ഇതെന്താ സുഭാഷേട്ടാ? ഇത് പഴയൊരു നടവണ്ടിയാ. ഇത് എന്തിയാ ഈ 3 പേരും നടക്കാൻ പഠിച്ചത്. അപ്പൊ സുഭാഷേട്ടനോ? ഞാനും. കൊള്ളാലോ. അച്ഛൻ എവിടെ പോയിട്ട് വരുമ്പോ കൊണ്ടുവന്നതാ. പിന്നെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചാ. അത് നന്നായി. ഇനി ഈ വീട്ടിലെ സുഭാഷേട്ടനോ സുധീഷിനോ ഹരീഷിനോ ആർക്കാണോ കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുന്നത് ആ കുട്ടിക്ക് ഇത് വെച്ച് നടക്കാൻ പഠിക്കാമല്ലോ, അല്ലേ? കേട്ടോടാ, അതിനുള്ളില് കുഞ്ഞിന്റെ കാര്യം വരെ എത്തി. എനിക്ക് നാണം വരുന്നുണ്ട്.
കല്യാണം കഴിഞ്ഞ് എന്നൊരു വാക്കും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇയാളെ കെട്ടിയത് വകവയ്ക്കണല്ലോ അർത്ഥം പഴയ പാത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തു വെച്ചതാ, ഒന്നും കാണുന്നില്ലല്ലോ. ആ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. നോക്ക്, നല്ല പൊടിയുണ്ട്. അയ്യേ, ഇതൊക്കെ എടുത്ത് കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുവല്ലേ, ഉപയോഗിക്കാൻ കൊള്ളില്ല സുഭാഷ് ചേട്ടാ. നികേഷ്, ഇതെല്ലാം ആദ്യം ഒന്ന് പുറത്തുകൊണ്ട് വെച്ച് സുഭാഷ് ചേട്ടാ ഇത് കളയുന്നേ സൂക്ഷിച്ചോണ്ടോണേ, കൊണ്ടുപോ. അതേണ്ടാ ക്രിസ്മസ് ഒക്കെ വെച്ചേ പൊടിയാ. നല്ല ഭംഗിണ്ടാ. അല്ല, ഇതെന്താ സുഭാഷ് ചേട്ടാ, കുട്ടിക്കാലത്ത് ഇവരിട്ടിരുന്നാണോ? അല്ല, ഇതൊക്കെ പെൺകുട്ടികളുടെ ഡ്രസ്സാണല്ലോ. അതേ, ഹരീഷ് ജനിക്കുന്നതിന് മുമ്പ് പെൺകുട്ടി ആയിരിക്കും പറഞ്ഞ് അമ്മ വാങ്ങി വെച്ചിരുന്നതാ. ഓ, ആൺകുട്ടിയെന്ന് അറിഞ്ഞപ്പോ ഇതൊക്കെ മാറ്റി വെച്ചു അല്ലേ? അയ്യോ അതല്ല, ഇതൊക്കെ ഇവൻ ഉടിച്ചിരുന്നതാ. അയ്യോ ഞാൻ ആണോ? മോളെ 3 വയസ്സ് വരെ ഇവന് ഇതൊക്കെ ഉടുപ്പിച്ച് മുടി കെട്ടി റിബൺ ചുറ്റി കണ്ണെഴുതി പൊട്ടൊക്കെ തൊടിയിച്ച് കവിളിലെ ബ്യൂട്ടി സ്പോട്ടൊക്കെ തൊടിയിച്ച അമ്മ കൊണ്ടുവരുന്നത്. അമ്മയ്ക്ക് ഇവൻ പെൺകുട്ടി തന്നെയായിരുന്നു. ഹരിമോളേന്നാ വിളിച്ചിരുന്നത് പോലും. ഹരിമോളെ കുഞ്ഞു ഭാവേ. അതെ, ഇവനെ കാണാനും ഒരു പെൺകുട്ടിയെ പോലെയായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വരുന്നവരും ഇവനൊരു പെൺകുട്ടിയായിട്ട് തന്നെ കണ്ടിരുന്നത്. സൂപ്പർ ഇപ്പൊ നല്ല സുന്ദരി മോളായല്ലേ. കോപിക്കലടി ഹരിമോളെ. ഇതെല്ലാം നീ കളഞ്ഞൂടെ? സ്ഥലം മെനക്കെടുത്താനായിട്ട് സൂക്ഷിച്ചേക്കേണ്ട കാര്യമുണ്ടോ? മോളെ, അതിനകത്തും കളിപ്പാട്ടങ്ങളൊക്കെ തന്നെയാ. നിങ്ങൾ ഇതൊക്കെ എടുത്ത് പുറത്തു വെച്ചോ. എടുത്തോ, ഞാൻ ഇതും എടുത്തോ. എന്റെ ബാഗ് എന്തിനാണ് ഈ കുപ്പയെല്ലാം ഞാൻ കിടക്കുന്നിടത്ത് കൊണ്ടുവയ്ക്കുന്നത്? എല്ലാ കുപ്പയും കൂടെ ഒരുമിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒന്നുമില്ല. ഇതെന്താ സുഭാഷ് ചേട്ടാ, കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ. മോളെ, എല്ലാം പഴയ ഫോട്ടോസാ. നമ്മുടെ ചെറിയ വയസ്സിലെ ഫോട്ടോസ് ആണ്. ചെറുപ്പത്തിലെ ഫോട്ടോസോ? ഇതൊക്കെ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ കുറെ അന്വേഷിച്ചാ, എവിടെയാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. നോക്കി, കൊള്ളാല്. ഇത് സുഭാഷ് ഏട്ടൻ, ഇത് സുധീഷ് ഏട്ടൻ, ഇത് ഹരീഷ് ഏട്ടൻ, ഇത് ഞങ്ങളുടെ അമ്മ. ഇങ്ങനെ നോക്കണേ. ഞാൻ ഭയങ്കര ചുള്ളനല്ലേ. എവിടെ ഇയാളെ കാട്ടി ചുള്ളൻ അന്നും ഇന്നും സുഭാഷ് ഏട്ടനാ. പോളെ. ആ നോക്കി, നിങ്ങളുടെ അച്ഛനമ്മേ. അതെ കണ്ടില്ലേ, എന്നെ കിടക്കണ്ട്. തേങ്ങയാണ്. സുഭാഷ് ഏട്ടാ, അമ്മയുടെ കൂടെ നിങ്ങൾ മൂന്ന് എടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഇതെന്താ എന്റെ ഫോട്ടോ ഇല്ലാത്ത? എടാ, ഹരീഷ് വരെ അന്ന് ചെറിയ കുട്ടിയാ, നീ അതിലും ചെറുതായിരുന്നടാ. നീ തൊട്ടിൽ കിടക്കുന്ന പ്രായമല്ലേ, അതാ കാണത്തെ. നിങ്ങൾ എന്റെ അമ്മയുടെ ഫോട്ടോ വീട്ടിൽ നോക്കാത്തെ? അതെ മോളെ, അമ്മയുടെ തനിയുള്ള ഒരു ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു. അതാ എടാ, ഇനി അതെല്ലാം എടുത്ത് ഉള്ളി വെച്ചേക്ക്. എന്നാലും ഇതിനകത്ത് നോക്കിയിട്ട് പാത്രം ഒന്നും കിട്ടിയില്ലല്ലോ. അതെ എടുത്ത് വെക്കാം. വരട്ടെ, ഇനി എത്ര ഫോട്ടോ എടുക്കുന്നു നോക്കട്ടെ. നികേഷേ, നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ നോക്കാൻ പോകുന്നത്? വേറെ എന്തെല്ലാം പണിയുണ്ട് ഇവിടെ? അതെ. എടാ, ഈ പഴയതൊക്കെ നോക്കിയെടുക്കാൻ നിന്നാലേ സമയം പോവും. ഇപ്പൊ ഹാപ്പി ആയി ജോളിയായിട്ട് പോവാ. എന്തിനാ വെറുതെ പഴയ ഓർമ്മകൾ എടുത്തു നോക്കണേ? നമ്മൾ ഏതായാലും കണ്ടു തുടങ്ങിയില്ലേ, ഇനി ഇത് മുഴുവൻ ആക്കട്ടെ. നീ ചിലപ്പോ സുധീഷേട്ടന്റെ ബാഗും ഹരീഷേട്ടന്റെ ഉടുപ്പും പോലെ എന്റെ എന്തെങ്കിലും ഒളിച്ചിരിപ്പണെന്ന് അറിയാലോ. പഴയൊരു സിനിമയിലെ ഉർവശി പറയും പോലെ ഞാൻ ആദ്യമായിട്ട് പല്ല് തേച്ച ബ്രഷോ അല്ലെങ്കിൽ പഴയ പാൽക്കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലോ. എടുത്ത് നോക്കി, ഇത് സുഭാഷ് ഏട്ടൻ, ഇത് സുധീഷ് ഏട്ടൻ, ഇതാണ് ഹരീഷ് ഏട്ടൻ, ഇതാണ് ഞാൻ. സുഭാഷ് ചേട്ടൻ ഇതിൽ വലിയ ചെറുക്കനായിട്ടുണ്ട്. ആയിരിക്കുമല്ലോ, എന്നേക്കാ 13 വയസ്സിന് മൂത്ത ആളല്ലേ. ഈ ഫോട്ടോയിൽ ഞാൻ കുറച്ചുകൂടെ ചിരിക്കായിരുന്നു അല്ലേ എടുത്തി? ഏലിട്ട് ചിരിപ്പിക്കാടാ, നിന്നെ കൊണ്ട് വേണമെങ്കിലേ ആ ട്രെൻഡ് സോങ് കളിപ്പിക്കാം. ഏത്? വണ്ണമയിലേറും എൻ തങ്ക വടിവേലോൻ. സുഭാഷ് ഏട്ടാ, ഇതെന്താ ഞാനും അമ്മയുടെ ഫോട്ടോ ഇല്ലാതെ? ഇത് സുഭാഷ് ഏട്ടനും അമ്മയും. ഇത് സുധീഷ് ഏട്ടനും അമ്മയും. ഇത് ഹരീഷ് ഏട്ടനും അമ്മയും നിൽക്കുന്ന ഫോട്ടോ. ഇത് അമ്മയും നിങ്ങൾ 3 പേർ നിൽക്കുന്ന ഫോട്ടോ. ഇതെന്താ ഞാനും അമ്മയും കൂടെ ഉള്ള ഫോട്ടോ ഇല്ലാത്തത്? സുഭാഷ് ഏട്ടാ, എന്താ ഞാനും അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഇല്ലാത്തത്? എടാ, അതിന് നേരം കിട്ടി കാണത്തില്ല. മതി സുധീഷേ, എടുത്ത് വെച്ചേ. ഇനി നോക്കാനുള്ളത് ഇനി കുറച്ച് ഫോട്ടോസേ ഉള്ളൂ, അത് കണ്ടിട്ട് എടുത്തു വെക്കാന്നേ. എടാ, സമയം പോടാ അതൊക്കെ തപ്പിക്കൊണ്ടിരുന്ന. ആ ദേ വേറെ ഫോട്ടോ ഇരിക്കുന്നുണ്ടല്ലോ. അത് വേറെ എന്താ ഫോട്ടോയാ? അതിനകത്ത് വെച്ചത് ഇതാരാ സുഭാഷ് ഏട്ടാ? അത് എനിക്കറിയത്തില്ല. അറിയില്ലെന്നോ? അതെങ്ങനെ ചേട്ടൻ അറിയാണ്ടിരിക്കുന്നേ? നമ്മുടെ ഫോട്ടോ സൂക്ഷിച്ചിരുന്ന പെട്ടിയില് ഇവരുടെ ഫോട്ടോ ഉണ്ട്, എന്നിട്ട് ആരും സുഭാഷ് ഏട്ടൻ അറിയാൻ പാടില്ലേ? അതെങ്ങനെ ശരിയാവും? ഫോട്ടോ വയ്ക്കുന്നത് വൃത്തി എന്ന് പറയുന്നത് ഒരുത്തിനും അടുത്തോളം പോയി. നമ്മുടെ കുടുംബമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുടെ ഫോട്ടോ ഇവിടെ വരും. ഇങ്ങനെ തന്നടാ നോക്കട്ടെ. ഇത് നമ്മുടെ ചെറിയമ്മേടാ. ചെറിയമ്മേ? അമ്മയുടെ അനിയത്തി, കണിയാപുരത്തെ വീടുള്ളേ. ഇവരൊന്നും നിനക്കറിയില്ല. കാലം എത്രയാടാ നമ്മളായിട്ടുള്ള കണക്ഷൻ ഇല്ലാണ്ടായിട്ട്. സുഭാഷേന്റെ പക്ഷെ ഓർമ്മയാണല്ലോ. ചേട്ടൻ ഓർമ്മയില്ലേ? കണിയാപുരത്തുള്ള ചെറിയമ്മ. കണിയാപുരത്ത് ചെറിയമ്മ? എടുത്ത് വെക്കാം. എന്തുവാണ് ഇവിടെ നടക്കുന്നത്? കണ്ട കുപ്പയും ചവറും എല്ലാം കൊണ്ട് ഉമ്മറത്താണോ വെക്കുന്നത്? പഴയ ഫോട്ടോ അല്ലേ, അച്ഛനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പഴയ ഫോട്ടോയിലോ? എന്നെ കാണട്ടെ.
കൊള്ളാം. ഇത് ഞാനേ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത കാലം അന്നേ മോഹൻലാൽ ഒരു പടം ഉണ്ടായിരുന്നു. സ്പടികം ഒരു ചുമന്ന ഷർട്ടും വെള്ളം മുണ്ടും കൊടുത്ത് കറുത്ത കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് ഞാൻ ഡ്രൈവറുടെ ക്യാബിൽ ഇരിക്കുമ്പോഴേ ചില ആളുകളെ ലാലിട്ട അങ്ങനെ വിളിക്കുമായിരുന്നു തന്നെ. അടുത്തപോലെ ഉണ്ടോ നോട്ടെ. ഇത് ഒരുപാട് പടങ്ങളുണ്ടല്ലോ. നന്നായിരിക്കുന്നല്ലേ സുബു, സുധി, ഹരി. എല്ലാരും അമ്മയുടെ ഒപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ മാത്രം അമ്മയുടെ ഒപ്പമുള്ള ഫോട്ടോ ഒന്നുമില്ല. അതെന്താ ഞാൻ മാത്രമുള്ള ഫോട്ടോ ഒന്നുമില്ലാത്തത്? വേറെ ഏതൊക്കെ ഫോട്ടോ ഉണ്ട് നോട്ടെ. എന്തിനാ പഴയ ഫോട്ടോ ഒക്കെ നോക്കണേ? അതെ. ഒരു പാത്രം തപ്പി നോക്കിത്താ. ഇപ്പൊ അതിന് പകരം ഫോട്ടോസ് കണ്ടിരിക്കാൻ പോവാ. മതി, അങ്ങോട്ട് തന്നെ. ഇങ്ങോട്ട് തന്നെ. പിടിക്കൽ കീറി പോ. അച്ഛൻ തന്നെ. ഇങ്ങോട്ട് തരാൻ. എന്തിനെങ്കിലും പിടിക്കുന്നേ? ഇങ്ങനെ ഒരു ചെറിയമ്മള്ളവരും എന്നോടാരും പറഞ്ഞിട്ടില്ലല്ലോ. ശരി. ഈ ചെറിയമ്മയുടെ പേരെന്താ? അവരുടെ പേരും രേവതി. രേവതി ചെറിയമ്മ. എന്നിട്ട് ഇത് ഈ ചെറിയമ്മയെ പറ്റി എന്നോട് പറയുന്നത് ഇവര് നമ്മളായിട്ടൊന്ന് കോണ്ടാക്ട് ഇല്ലേട്ടാ? ഏയ് അവരായിട്ടൊന്നും ഒരു കോണ്ടാക്ട് ഇല്ലടാ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ ബന്ധമൊക്കെ വിട്ടുപോയതാ. എടാ അതാ പറഞ്ഞത്, അവരായിട്ട് നമുക്കിപ്പോ ഒരു ടച്ചും ഇല്ല. ഹരീഷേ ഇത് എടുത്തു വെച്ചേ. എല്ലാരും എടുത്തിട്ട് അതുകൊണ്ട് വെച്ചേ. വെച്ചേ മാറാ. അച്ഛൻ വെളിനാട്ടിൽ ഒരു സ്ത്രീയെ കൂട്ടിക്കണമെന്ന് പറഞ്ഞില്ലേ? അത് ഈ സ്ത്രീയാണോ? എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഒരു ലേഡിയെ കൂട്ടിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇവരല്ലേ അത്? അവരുടെ അമ്മ അവരെ എടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോ നീ കണ്ടില്ലേ? അതുപോലെ നിന്റെ അമ്മ നിന്നെ എടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇത്.